ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന മൂവി ഏതാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. തമ്പനിയിൽ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ജീവചരിത്ര സിനിമയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പുതിയ സിനിമകൾ ഉടനെ തന്നെ കൊണ്ടുവരും. അതിന് കാരണം വേറൊന്നുമല്ല, മറ്റുള്ളവർ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലുള്ള നിങ്ങളെല്ലാവരും ഈ സിനിമകളെല്ലാം ആദ്യം കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. ഈ കഥ തുടങ്ങുന്നത് 1966 ഇന്ത്യാനയിലെ ഗ്യാരി എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിൽ നിന്നാണ്. ഇപ്പോൾ മറ്റുള്ള കുട്ടികളെല്ലാം വെളിയിൽ കളിക്കുന്നത് കണ്ടിട്ട് തന്റെ വീടിന്റെ ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഈ ചെറിയ പയ്യനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. വേറെ ആരുമല്ല, സാക്ഷാൽ മൈക്കിൾ ജാക്സൺ. ഇപ്പോൾ പെട്ടെന്ന് മൈക്കിളിന്റെ അച്ഛനായിട്ടുള്ള നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നേ എന്ന് പറഞ്ഞ് തന്റെ സഹോദരങ്ങളോടൊപ്പം മൈക്കിളിനെ ചേർത്തിട്ട് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയും. അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നതും മൈക്കിളിന്റെ അച്ഛന് അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിള് അവന്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ മൈക്കിളിന്റെ അച്ഛൻ പറയും, ദേ മൈക്കിൾ, ഇത് നോക്ക്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മുഴുവനായിട്ടുള്ള ഫോക്കസും ഇതിലേക്ക് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈക്കിളും അതേപോലെ തന്നെ തന്റെ മുഴുവൻ ശ്രദ്ധയും ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് അവൻ നല്ലതുപോലെ തന്നെ ആ ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിക്കാലത്തെ മൈക്കിള് പാടുന്ന പാട്ടുകളൊക്കെ നല്ല രസമാണ്. സത്യത്തിൽ ഈ കുട്ടിയായിരിക്കുന്ന മൈക്കിള് പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകളും ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടവർക്കറിയാം, ഒരു വലിയ മ്യൂസിക് കോൺസെർട്ട് കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഉണ്ടാവും അതേ ഒരു ഫീലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള തിയേറ്ററിലാണ് നിങ്ങളിത് കണ്ടതെങ്കിൽ വേറൊന്നും പറയാനില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും ഡിന്നർ കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ജോസഫ് അവിടേക്ക് വന്നിട്ട് ഇപ്പൊ എല്ലാവരോടും പറയും, ഓക്കെ, നിങ്ങളെല്ലാവരും ഇപ്പോഴാണ് തയ്യാറായത്, ഇനി മുതൽ നിങ്ങൾ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. അതുമല്ല, നിങ്ങളുടെ മാനേജറിനെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ഇതിനുശേഷം നിങ്ങൾ സ്റ്റേജിലാണ് പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് മൈക്കിളിനും അവന്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഇപ്പോൾ ബാക്കി എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ടെങ്കിലും മൈക്കിളിന്റെ അമ്മയുടെ പേര് കാത്രീൻ എന്നാണ്. ഇപ്പോൾ മൈക്കിളിന്റെ അമ്മ പറയും, അല്ല ജോസഫ്, ഇത് കേൾക്ക്, കുട്ടികൾ ഇപ്പോഴും സ്കൂളൊന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, അവരുടെ പഠിത്തം മുടങ്ങും, അതുകൊണ്ട് പഠിത്തം കഴിഞ്ഞിട്ട് പോലെ ഇതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ജോസഫ് പറയും, നിനക്ക് എപ്പോഴും ഈ ഒരു ലോകത്തെ മനസ്സിലായിട്ടില്ല. ഈ ലോകത്ത് 2 കാറ്റഗറിയിലുള്ള ആളുകളാണുള്ളത്. ഒന്ന് ജയിക്കുന്നവര്, മറ്റൊന്ന് തോക്കുന്നവര്. നമ്മുടെ കുട്ടികളെ നോക്ക്, കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഈ ക്രിസ്മസ് ദിനത്തില് ഗിഫ്റ്റ് കൊടുക്കാൻ പോലും ആരുമില്ല. അത്രയും പാവപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നീ തലയിടരുത്, ഇനി ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് കാത്രീനെ വഴക്ക് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും ഇവരുടെ പ്രാക്ടീസ് നല്ലതുപോലെ പോകുന്നുണ്ട്. ഇപ്പോ കുട്ടികളാണെന്ന് പോലും നോക്കത്തില്ല, രാത്രിയും പകലൊന്നും ഇല്ലാതെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ്, അത് ഒരു ക്ലബിലാണ് ആ ഒരു പെർഫോമൻസ് ഇവർ നടത്തുന്നത്. അത് ഇവരുടെ ബാൻഡിന്റെ പേര് ജാക്സൺ 5 എന്നാണ്. ഇപ്പോൾ നമ്മുടെ മൈക്കിളാണ് ആ ഒരു കൂട്ടത്തിൽ നല്ലതുപോലെ മുന്നിൽ നിന്ന് പാട്ടെല്ലാം പാടുന്നത്. ബാക്കി സഹോദരങ്ങൾ കോറസ് പാടുന്നതും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈക്കിൾ മാത്രം അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ മ്യൂസിക്കിനൊപ്പം സ്റ്റെപ്പുകൾ കളിച്ച് അതേപോലെ ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ട് എന്ത് ഭംഗിയായിട്ടാണെന്നറിയോ പാടുന്നത്. ഇത് കാണുമ്പോൾ ആ ഒരു ക്ലബിലുള്ള എല്ലാവർക്കും മൈക്കിളിനെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ജോസഫ് ആണെങ്കിലോ ഇതെല്ലാം ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പെർഫോമൻസ് ചെയ്യുന്നതും ആളുകൾ അത് ആസ്വദിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി ആ ഒരു പെർഫോമൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടി ഷർട്ടെല്ലാം ഊരിയിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ജോസഫ് പെട്ടെന്ന് പറയുന്നത്, ഓക്കെ ഓക്കെ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറയുന്നത്. കാത്രീൻ പറയും, അല്ല ജോസഫ്, ഇപ്പോഴല്ലേ കുട്ടികൾ വന്നത്, അതുമല്ല അവർക്ക് റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ലാതെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാല്. അപ്പോൾ കുട്ടികൾ പറയുന്നുണ്ട്, അതെ അച്ഛാ, നമുക്ക് എന്തായാലും നാളെ പ്രാക്ടീസ് ചെയ്യാം, ഇന്ന് നല്ല ടയർഡാണെന്ന് പറയുമ്പോൾ ജോസഫ് പെട്ടെന്ന്, എന്തു പറ്റി, നിങ്ങളെല്ലാവരും ആ ഒരു ക്ലബിൽ നല്ലപോലെ പെർഫോമൻസ് ചെയ്തെന്നാണോ നിങ്ങളുടെ വിചാരം? അപ്പോൾ നമ്മുടെ മൈക്കിൾ മാത്രം അതിൽ കോൺഫിഡൻസ് ആയിട്ട്, അതെ അച്ഛാ, നല്ലതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജോസഫിന് നല്ല ദേഷ്യം വരും. തന്നെ എതിർത്ത് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മൈക്കിളിനെ അങ്ങനെ അടുത്തേക്ക് പിടിച്ചിട്ട്, ആ കൂട്ടത്തിലെ ചെറുത് മൈക്കിളാണ് പാവം, ബെൽറ്റൂരി എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് നല്ലതുപോലെ അടിക്കും. ഇവിടെ കാത്തറിനും എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അവർക്ക് നോക്കിയിരിക്കാതെ വേറെ വഴിയില്ല. ഇപ്പോൾ മൈക്കിളിനെ അടിക്കുന്നത് കണ്ടിട്ട് അവന്റെ സഹോദരങ്ങൾ എന്തായാലും പ്രാക്ടീസിന് വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോഴും ജോസഫ് പറയുന്ന ഒരേ ഒരു കാര്യം, ഈ ലോകത്ത് 2 ആളുകൾ മാത്രമേ ഉള്ളൂ, ഒന്ന് ജയിക്കുന്നവര്, 2 തോക്കുന്നവര്. അതിൽ എന്റെ കുട്ടികൾ എപ്പോഴും 1ാമത്തെ ആളുകളായിരിക്കണം, ജയിക്കുന്നവർ മാത്രം. ഇപ്പോൾ നമ്മുടെ മൈക്കിളാണെങ്കിലോ പെട്ടെന്ന് തന്റെ ബാത്റൂമിലേക്ക് ഓടിക്കയറിയിട്ട് അതിനകത്തിരുന്ന് കരയാണ്. കാത്തറിൻ വെളിയിൽ വന്ന ആ ഒരു ഡോറ് തട്ടി, മോനെ കരയില്ലേ എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസവും ജാക്സൺ 5 നല്ലതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അതുപോലെ പല രീതിയിൽ ഒരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഓരോ തവണയും നമ്മുടെ മൈക്കിള് അവന്റെ അച്ഛനോട് എതിർത്ത് സംസാരിച്ചിട്ട്
എപ്പോഴും ബെൽറ്റിന് അടി വാങ്ങും. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റേജ് പെർഫോമൻസ് ഇവർ നടത്തുമ്പോഴും അത് കാണാനായിട്ടുള്ള കാണികളുണ്ടല്ലോ, ജനങ്ങള്, അവർക്കെല്ലാവർക്കും ഇവരുടെ ഈ ഒരു ബാൻഡിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും നല്ല സന്തോഷത്തോടെയാണ് അത് ആസ്വദിക്കുന്നത്. അങ്ങനെ തന്നെ കടന്നുപോയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അങ്ങനെ 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവരിപ്പോൾ ഒരു വലിയ സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. ഇത്രയും നാളും ഈ ഒരു ക്ലബ്ബുകളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ പെർഫോമൻസ് ചെയ്തത്. ഇപ്പോൾ ഇത്രയും വലിയ സ്റ്റേജിൽ ഇത്രയും ആളുകളുടെ മുന്നിലായിട്ട് ഇവർ ആദ്യമായിട്ടാണ് പെർഫോമൻസ് ചെയ്യുന്നത്. എന്നാലും ഒരു പേടിയില്ലാതെ അവർ നല്ലതുപോലെ തന്നെ അവിടെ പെർഫോമൻസ് ചെയ്യുന്നു. അതിൽ എല്ലാ കാണികളും നല്ലതുപോലെ ആസ്വദിച്ചിട്ട് നമ്മുടെ മൈക്കിളിനെ മാത്രം എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം അവന്റെ ആ ഒരു പെർഫോമൻസും പാട്ട് പാടുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്റ്റെപ്പ്, ഇതെല്ലാം എല്ലാവരെയും നല്ലതുപോലെ ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ ജോസഫ് ആണെങ്കിലോ ആ ഒരു സ്റ്റേജിന്റെ വശത്ത് നിന്നിട്ട് അവരുടെ ആ ഒരു പെർഫോമൻസ് എല്ലാം നോക്കി അതിലെന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാണ്. അപ്പോഴാണ് ഈ ഒരു പരിപാടി നടത്തുന്ന ഹോസ്റ്റ് അവിടേക്ക് വന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ ജോസഫിനോട് ചോദിക്കും, അല്ല നിങ്ങളാണ് ഈ ഒരു ബാൻഡിന്റെ മാനേജർ എന്ന് ചോദിക്കുമ്പോൾ, അതെ അങ്ങനെ വേണമെങ്കിലും പറയാം, എൻ്റെ കുട്ടികളാണ്, എന്തേ അവർ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഹോസ്റ്റ് പറയും, ആ ഒരു ചെറിയ കുട്ടിയല്ലേ, അവനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവൻ ഈ ഒരു കഴിവ് ദൈവമായിട്ട് കൊടുത്തതാണ്. എന്തായാലും നിങ്ങൾ വേറൊരു ലെവലിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് ഈ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ടൊന്ന് കാണാൻ പറയും. ഇപ്പോൾ നമ്മുടെ മൈക്കിള് ആ ഒരു സോങ് നല്ലതുപോലെ തന്നെ പാടിയിട്ട് എല്ലാവരുടെയും മനസ്സും അവൻ കവർന്നെടുക്കും. അതുപോലെയുള്ള ഒരു പെർഫോമൻസാണ് അവൻ കാഴ്ചവെക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ജോസഫ് ഇതുപോലെ കുട്ടികളെയും കൂടിയിട്ട് ആ ഒരു സ്റ്റുഡിയോ ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അവിടെ അവൻ്റെയോട് ചെല്ലാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റുഡിയോ നടത്തുന്ന ആ ഒരു മ്യൂസിക് ഡയറക്ടർ അയാൾ നമ്മുടെ മൈക്കിളിനെ വെച്ചിട്ട് പാടാനായിട്ട് പറയാണ്. അതും മൈക്കിളിനെ ആദ്യമായിട്ട് സ്റ്റുഡിയോയിലേക്ക് കയറ്റി അവനോട് ഒറ്റയ്ക്ക് പാടാൻ പറയും. ഇപ്പോൾ മൈക്കിളിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ഈ ഒരു സ്റ്റേജിൽ പെർഫോമൻസ് ചെയ്യുമ്പോഴായാലും അല്ലാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴായാലും അവൻ പാടുമ്പോൾ ആ പാട്ടിനോടൊപ്പം തന്നെ അവന്റെ ശരീരവും ഡാൻസ് ചെയ്തിട്ട് അവന്റെ കാലിൽ സ്റ്റെപ്പെല്ലാം ഇട്ടാണ് അവനങ്ങനെ പാടുന്നത്. പക്ഷെ ഇതൊരു സ്റ്റുഡിയോയിൽ പാടുമ്പോഴത്തേക്ക് അങ്ങനെ പാടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു സൗണ്ട് കിട്ടത്തില്ല എന്ന് തോന്നുന്നു. അപ്പോഴേക്കും ആ ഒരു മ്യൂസിക് ഡയറക്ടർ, മൈക്കിൾ ഇത് ശ്രദ്ധിക്കുക, നീ പാടിയാൽ മാത്രം മതി, നിന്റെ ശരീരം അനക്കണ്ട, കുറച്ച് റിലാക്സ് ആയിട്ട് നിന്നിട്ട് ആ കാലിന് മൂവ്മെന്റ് ഒന്നും ഇടാതെ സമാധാനമായിട്ട് നിന്ന് പാടാൻ പറയുമ്പോഴത്തേക്കും മൈക്കിൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവൻ വീണ്ടും അറിയാതെ സ്റ്റെപ്പ് ഇട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തവണ മൈക്കിൾ ശ്രമിച്ചു നോക്കിയിട്ടും അവനെ കൊണ്ട് കഴിയുന്നില്ല, ഈ ഡാൻസ് കളിക്കാതെ പാടാൻ കഴിയുന്നില്ല. ഇപ്പോഴേക്കാണ് ജോസഫ് അയാളുടെ അടുത്തേക്ക് വന്നിട്ട്, സാർ ഒരു 5 മിനിറ്റ് അവൻ എന്നോടൊപ്പം ഒന്ന് വിടാവോ, നിങ്ങൾ പറയുന്നത് പോലെ അവൻ ചെയ്യുമെന്ന് പറയുന്നതും ദേഷ്യം വന്ന ആ ഒരു ഡയറക്ടർ ജോസഫിനോട് പറയും, അവനെ ടൈമിന് ഇവിടേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞ് കൂട്ടിയിട്ട് പോവുക, ഇത് മാത്രമാണ് നിന്റെ ജോലി എന്ന് ദേഷ്യപ്പെട്ട് പറയും. സത്യം പറയില്ല, ഈ ജോസഫിനെ കാണുമ്പോഴത്തേക്കും ഓരോ തവണയും ഒന്ന് വെച്ച് കൊടുക്കാൻ തോന്നും. വെറുതെ കുട്ടികളായിട്ട് അടിച്ചടിച്ച് ഇങ്ങേര് പഠിപ്പിക്കാൻ നോക്കാണ്. ഇപ്പൊ എന്തായാലും ഇങ്ങേർക്ക് ഇത് തന്നെ വേണം. ഇപ്പോൾ നമ്മുടെ മൈക്കിളാണെങ്കിലോ ഈ ഡയറക്ടർ പറഞ്ഞതുപോലെ തന്നെ അവൻ നല്ലതുപോലെ അവന്റെ മൂവ്മെന്റ് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്തിട്ട് നല്ലതുപോലെ പാടുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും മൈക്കിളിന്റെ സഹോദരങ്ങൾക്കാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവരും അറിയാതെ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അതുപോലെ ആ ഒരു ഡയറക്ടർ ആണെങ്കിലോ ഇതുപോലൊരു കുട്ടിയെ, ഇത്രയും നല്ല ശബ്ദമുള്ള ഒരു കുട്ടിയെ ഇതുവരെയും കണ്ടിട്ടില്ല. മൈക്കിളിന് അങ്ങനെ അത്ഭുതത്തോടെ ആ ഒരു ഡയറക്ടർ നോക്കുന്നുണ്ട്. ഇപ്പോൾ ജാക്സനോട് അയാൾ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് അറിയുന്ന കാലം മുതൽ ഞാൻ ഈ ജോലിയാണ് ചെയ്യുന്നത്, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കുട്ടിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൻ അത്രയും അത്ഭുതമുള്ളൊരു കുട്ടിയാണ്, അവൻ വളരെ സ്പെഷ്യൽ ആണെന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മൈക്കിളിനെ മാത്രം ആ സ്റ്റുഡിയോയിൽ അയാളോടൊപ്പം ഇരുത്തിയിട്ട്, ദേ ഈ ഒരു ഉപകരണങ്ങളെല്ലാം ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടോ, നിനക്കത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ എന്നെല്ലാം ചോദിച്ച് ഓരോ ഇൻസ്ട്രുമെന്റ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം പ്രത്യേകം അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്ക് ജോസഫ് അകത്തേക്ക് കയറി വന്നിട്ട്, സാർ പോകാനായിട്ട് സമയമെന്ന് പറയുമ്പോൾ പോകുന്നതിന് മുന്നേ മൈക്കിള് ആ ഒരു ഡയറക്ടറിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴേക്കും ഡയറക്ടർ പറയും, ഹേയ് മൈക്കിൾ, ഒരു കാര്യം കൂടി, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് സംശയം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് മൈക്കിളിനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ നേതൃത്വത്തിലെ ജാക്സൺ 5 ആദ്യമായിട്ട് ഒരു മ്യൂസിക് ആൽബം നിർമ്മിക്കാൻ പോവാണ്. അതും ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് അവർ പെർഫോമൻസ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സ്റ്റുഡിയോയിൽ നമ്മുടെ മൈക്കിളാണ് എല്ലാവരുടെ മുന്നിലും എടുത്തു നിൽക്കുന്നത്. കാരണം അവന്റെ പെർഫോമൻസ് അതുപോലെയാണ്. ആ സ്റ്റുഡിയോയിലുള്ള എല്ലാവരെയും അവൻ കയ്യിലെടുക്കും. അതുപോലെ ഇവരുടെ മ്യൂസിക് പിന്നീട് നല്ലതുപോലെ അറിയപ്പെടാൻ തുടങ്ങും. പല ഇന്റർവ്യൂയിലും കാര്യങ്ങളെല്ലാം ഇവരെ കൊണ്ടുപോകുന്നു. അപ്പൊ ആ ഒരു ഡയറക്ടർ മൈക്കിളിനെ വിളിച്ചിട്ട് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു 8 വയസ്സുള്ള പയ്യൻ ഇതുപോലെ പാടുന്നത് പെട്ടെന്ന് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്ക് എത്തും, എല്ലാവരും അറിയപ്പെടുമെന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, ഇല്ല സാർ എനിക്ക് 10 വയസ്സായെന്ന് പറയുമ്പോൾ, ഇല്ല നിനക്ക് 8 വയസ്സാണ്, ഇനി മുതൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞെന്താണ് ഇവരുടെ ഈ ഒരു ആൽബത്തിന്റെ CD അതൊരുപാട് വിറ്റു പോകുന്നു. ടോപ്പ് 1ലേക്ക് ഇവരുടെ ഒരു മ്യൂസിക് മുന്നോട്ട് കയറി പോവാണ്. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവില് നമ്മുടെ മൈക്കിളിനോട്, മോനെ നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൈക്കിള്, സാർ എനിക്ക് 8 വയസ്സായെന്ന് ആ മാനേജർ പറഞ്ഞതുപോലെ കള്ളം പറയും. അതുമല്ല ഹോട്ട് 100ലെ മ്യൂസിക് ലിസ്റ്റിൽ ഇവരുടെ പേരും വരുന്നുണ്ട്.
ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷത്തിന് ശേഷം 1971 മൈക്കിളിന്റെ കുടുംബം മൊത്തമായിട്ടും കാലിഫോർണിയയിലേക്ക് മാറും. അവിടെ വലിയൊരു വീട് വാങ്ങിക്കും. ഇപ്പോൾ മൈക്കിളിനെ കാണിക്കുമ്പോൾ മൈക്കിളിന് കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങനെ സുഹൃത്തുക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് അവൻ ഈ ഒരു അനിമൽസിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പെറ്റായിട്ട് ചെറിയൊരു എലിയെ വാങ്ങി തന്റെ റൂമിൽ വെച്ചേക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഇപ്പോൾ മൈക്കിളിന്റെ റൂമിലേക്ക് അവന്റെ ചേട്ടൻ വന്നിട്ട് ഹേയ് മൈക്കിൾ, ജോസഫ് വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ അച്ഛനെ ഇവരെ വിളിക്കുന്നത് പേര് തന്നെയാണ്, ജോസഫ് എന്ന്. അപ്പോൾ മൈക്കിൾ ആ ഒരു എലിയോട് ഓക്കെ ഞാൻ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മൈക്കിൾ വെട്ടുന്ന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജോസഫ് ഇപ്പൊ താഴേക്ക് വരുമ്പോൾ ബില്ലെന്ന് പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് മൈക്കിളിനോട് പറയും, മൈക്കിൾ ഇതാണ് നിന്റെ പുതിയ ബോഡി ഗാർഡ് ബിൽ. ഇനിയിപ്പോൾ നീ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും നിന്നോടൊപ്പം ബില്ലും ഉണ്ടാവും. അങ്ങനെ മൈക്കിളും ബില്ലിനോട് പരിചയപ്പെട്ട് അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി മൈക്കിൾ തന്റെ അമ്മയായിട്ട് ഐസ്ക്രീം കഴിക്കുമ്പോഴത്തേക്കാണ് മൈക്കിൾ പറയുന്നത്, അമ്മ ഞാനൊരു ലാമയെ വാങ്ങിക്കാൻ പോവാണ്. മൈക്കിൾ, ലാമ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകത്തിനെ പോലെ ഇരിക്കത്തില്ലേ? അല്ല മൈക്കിൾ, നിനക്കെന്തിനാ ലാമ? നിന്റെ കയ്യിൽ പെറ്റായിട്ട് ഇപ്പോൾ ഒരു എലിയുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മ, ലാമ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് അവന്റെ അമ്മയോട് പറയുന്നുണ്ട്. ഇപ്പോൾ കാത്തറിൻ പറയും, മൈക്കിൾ ഈ അനിമൽസിനോട് അധിക നേരം സമയം സ്പെൻഡ് ചെയ്യാതെ മറ്റുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോ, നിന്റെ പ്രായത്തിലുള്ള അതേ കുട്ടികളുടെ അടുത്തേക്ക് പോകാൻ പറയുമ്പോൾ മൈക്കിൾ പറയും, ആരെടുത്താ അമ്മ പറയുന്നേ? ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവരെല്ലാവരും എന്നൊരു സെലിബ്രിറ്റിയെ പോലെയാണ് കാണുന്നത്. അവരുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ പോലെ കാണുന്നില്ല. അവർ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു, ഫോട്ടോ ചോദിക്കുന്നു, ഇതൊക്കെയാണ് എല്ലായിടത്തും പോകുമ്പോഴത്തേക്കും നടക്കുന്നത്. പക്ഷേ മൃഗങ്ങളാണെങ്കിലോ അവർ മാത്രമാണ് എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നത് എന്നെല്ലാം വളരെ ഫീൽ ചെയ്ത് പറയുമ്പോഴത്തേക്കും കാത്തറിൻ പറയും, മൈക്കിൾ നീ ജനിക്കുമ്പോൾ ഒരു സാധാരണ കുട്ടിയെ പോലെയല്ല ജനിച്ചത്, നീ എപ്പോഴും ഡിഫറൻ്റ് ആണ്, അത് നിനക്ക് ഏറ്റവും നല്ലതാണ്, അതൊരിക്കലും തെറ്റല്ല എന്ന് പറഞ്ഞ് അവനെ കുറിച്ച് മോട്ടിവേറ്റ് ചെയ്ത് അവന്റെ വിഷമെല്ലാം മാറ്റുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഒരു വലിയ കാർണിവൽ, അതിന് നടുവിൽ ജാക്സൺ 5 അവരുടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതിലൊരു കാല് വയ്യാത്തൊരു കുട്ടി വീൽ ചെയറിലിരുന്നിട്ട് അവർക്ക് വരെയത് ഇഷ്ടമായി. അത്രയും ഫേമസ് ആണ് നമ്മുടെ മൈക്കിൾ കുട്ടിക്കാലം മുതൽ തന്നെ. അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു. 1978 നമ്മുടെ മൈക്കിൾ ഇപ്പോൾ വളർന്നൊരു ടീനേജ് പയ്യനായി. ഇപ്പോൾ മൈക്കിളിന്റെ ആൽബവും ഷോയും നല്ലതുപോലെ പോകുന്നുണ്ട്. മൈക്കിൾ ഇപ്പോൾ ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. അപ്പോഴാണ് മൈക്കിൾ തന്റെ സ്പോൺസേഴ്സ് ഉണ്ട് അവരെ വിളിച്ചിട്ട് അവരോടൊരു കാര്യം പറയുന്നത്, താനിപ്പോൾ സ്വന്തമായിട്ട് ഒരു ആൽബം തയ്യാറാക്കാൻ പോവാണെന്നും ഒരു സോളോ ആൽബം ചെയ്യാനായിട്ടുള്ള ടൈമായി. പക്ഷെ ഇത് എന്റെ ഐഡിയ ആണെന്ന് ഒരിക്കലും അറിയരുത്, നിങ്ങളുടെ ഐഡിയ ആണെന്ന് പറയണം, എന്നാലേ ജോസഫ് ഇതിന് സമ്മതിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ ഇത് കേട്ട ആ ഒരു സ്പോൺസേഴ്സ് ഉണ്ടല്ലോ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞ് നേരെ ജോസഫിനടുത്തേക്ക് ചെന്നിട്ട് ഇതുപോലെ മൈക്കിളിനെ വെച്ച് ഞങ്ങളൊരു സോളോ ആൽബം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെ നിങ്ങളുടെ പെർമിഷൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും ജോസഫ് ആണെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന ആ ഒരു എമൗണ്ടും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ജോസഫും അതിന് ഓക്കെ സോളോ ആൽബം അല്ലേ എന്തായാലും ചെയ്തോ, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. മൈക്കിൾ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജാക്സൺ 5 വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവനെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ആൽബത്തിന് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചോട്ടെ എന്ന് പറയുന്നതും എന്തായാലും കോൺട്രാക്ട് കിട്ടിയാലോ, ഇവൻ പെർമിഷൻ തന്നത് തന്നെ അത്രയും വലിയ കാര്യം. അതുകൊണ്ട് അവർക്ക് നല്ല സന്തോഷമായിട്ട് അവിടെ നിന്ന് അവർ പോകുന്നു. ഇപ്പോൾ നമ്മുടെ മൈക്കിളിനെ കാണിക്കുമ്പോൾ മൈക്കിള് അവൻ പറഞ്ഞതുപോലെ ആ ഒരു ലാമയെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനോട് കുറെ നേരം സമയമെല്ലാം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് അവന്റെ ആദ്യത്തെ സോളോ ആൽബം, അത് നമ്മുടെ മൈക്കിളിന്റെ ആദ്യത്തെ സോളോ ആൽബം അത് ചെയ്യാൻ വേണ്ടി അവന്റെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇപ്പൊ അവന്റെ അച്ഛൻ ജോസഫ് ഇല്ല, അവന്റെ സഹോദരങ്ങൾ കൂടെയില്ല, മൈക്കിൾ മാത്രം ഒറ്റയ്ക്ക് ആദ്യമായിട്ടൊരു സ്റ്റുഡിയോയിൽ നിന്ന് തന്റെ സോളോ ആൽബം ചെയ്യാൻ പോവാണ്. ആ ഒരു മൊമെന്റ് കാര്യങ്ങളെല്ലാം മൈക്കിൾ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മ്യൂസിക് എനിക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും പ്ലേ ചെയ്തേനെ, പക്ഷെ കഴിയത്തില്ല. യൂട്യൂബ് എന്തായാലും നമുക്ക് പണി തരും. ഞാൻ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടെല്ലാം ചെയ്യുമ്പോഴത്തേക്കും റിപ്പീറ്റ് ആയിട്ട് എൻ്റെ ഹെഡ്സെറ്റിൽ കേൾക്കുന്ന ഒരു സോങ് ആണിത്. ആ സോങ് വേറെ ഏതുമല്ല, ഡോണ്ട് സ്റ്റോപ്പ് ടിൽ യു ഗെറ്റ് ഇനഫ് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ടല്ലോ, അതാണ്. ഈ ഒരൊറ്റ സോങ് മൈക്കിൾ ഇറക്കിയതോടുകൂടി അതുവരെയുള്ള എല്ലാ റെക്കോർഡും വേറെ ലെവലിൽ അടിച്ച് പറത്തിക്കൊണ്ടാണ് ആ ഒരു മ്യൂസിക് മുന്നോട്ട് പോകുന്നത്. അതുമല്ല നമ്മുടെ മൈക്കിൾ ആണെങ്കിലോ മറ്റുള്ള ചെറിയ കുട്ടികളുണ്ടല്ലോ അവരോട് സമയം സ്പെൻഡ് ചെയ്യും. ക്യാൻസർ ബാധിച്ച കുട്ടികളെ കാണാൻ പോവും, അവരോട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് പാട്ട് പാടി കൊടുക്കുന്നുണ്ട്, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ മൈക്കിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമാണ് അവന്റെ വീട്ടിലുള്ള എല്ലാവരെയും അവൻ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നു. എന്താ മൈക്കിൾ എന്തു പറ്റിയെന്ന് ചോദിച്ചിട്ട് എല്ലാവരും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് മൈക്കിൾ പറയും, ഒരു പ്രധാനപ്പെട്ട അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരാണ്, ഞാൻ അവനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവർക്കും ഇവിടെ രാവിലെ തന്നെ എന്താ നീ കാണിക്കുന്നതെല്ലാം ചോദിക്കുമ്പോൾ എല്ലാവരും അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി വരികയാണ്. അപ്പോഴേക്കാണ് ഒരു ട്രക്ക് അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് ഡൈപ്പർ എല്ലാം ഇട്ടിട്ട് ഒരു ചെറിയ കുട്ടി കുരങ്ങനുണ്ടല്ലോ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഒരു കുരങ്ങനെ കാണുമ്പോൾ മൈക്കിള് ഹേയ് ഇങ്ങടുത്തേക്ക് വാ, ഇനി മുതൽ നിന്നെ വളർത്തുന്നത് ഞാനാണ്. ഇപ്പൊ ആ ഒരു കുരങ്ങനാണെങ്കിലോ ഓടി വന്നിട്ട് നമ്മുടെ മൈക്കിളിനെ കെട്ടിപ്പിടിക്കുന്നതും അതിനെ പൊക്കിയെടുത്ത് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് മൈക്കിള് ബാക്കിയുള്ളവരോട് പറയും, ഒരു വലിയ റിസർച്ച് ലാബിൽ നിന്നാണ് ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയത്, ഇനി മുതൽ ഇവൻ എന്തായാലും എന്നോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ജോസഫിനാണെങ്കിൽ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ജോസഫ് ഒന്നും പറയത്തില്ല,
അവൻ അങ്ങനെ നോക്കി ചിരിച്ചിട്ട് അവനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ മൈക്കിൾ ആ ഒരു ചെറിയ കുരങ്ങനെ തന്റെ റൂമിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു കുരങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ഓരോന്നായിട്ട് കാണിച്ചു കൊടുത്ത് അവൻ വായിക്കുന്ന ഒരു കഥയുണ്ട്. അത് മൈക്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ. അതെടുത്ത് വായിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ്, ദേ കുട്ടിക്കാലത്ത് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു കഥയാണ്, നിനക്കും ഇതെന്തായാലും ഉപകാരപ്പെടും എന്നെല്ലാം ഭയങ്കര ഇമോഷണലായിട്ട് നമ്മുടെ മൈക്കിൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ മൈക്കിള് നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്താന്ന് വെച്ചാല് അവന്റെ ഫേസ് അവൻ അത്ര ഇഷ്ടമല്ലെന്നും പ്രത്യേകിച്ച് അവന്റെ മൂക്ക് അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നും പറഞ്ഞിട്ട് അതൊരു സർജറി ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ മൈക്കിളിനെ ഈ സമയം മുതൽ തന്നെ അവന്റെ കയ്യിൽ തേമുല പോലെയുള്ള കാര്യമുണ്ടല്ലോ, ഈ കൈയിന്റെ നോർമലായിട്ടുള്ള ആ ഒരു സ്കിൻ കളർ മാറിയിട്ട് വൈറ്റ് ആയിട്ട് മാറും. അതിനുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ മൈക്കിൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്, മൈക്കിൾ ഇത് നിനക്ക് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ വേണമെന്ന് പറയുമ്പോൾ ആ ഡോക്ടറും അതുപോലെ തന്നെ ആ ഒരു സർജറി ചെയ്തു തുടങ്ങാണ്. അത് കഴിഞ്ഞ് തന്റെ മൂക്കിൽ ആ ഒരു കെട്ടെല്ലാം വെച്ചിട്ട് ഇപ്പം ആരും അറിയാതെ വീടിനകത്തേക്ക് പോവും. അങ്ങനെ നടന്നു പോകുമ്പോൾ ജോസഫ് പെട്ടെന്ന് പിറകിൽ നിന്നും മൈക്കിളിനെ വിളിക്കും. അപ്പോൾ മൈക്കിള് തിരിഞ്ഞു നോക്കാതെ തന്നെ അവിടെ നിന്ന് മറുപടി പറയുമ്പോൾ ജോസഫ് പറയും, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറയുമ്പോൾ മൈക്കിൾ അങ്ങനെ തിരിയുന്നതും ജോസഫ് അവന്റെ മുഖത്തുള്ള ആ ഒരു മാറ്റം കാണും. ഹേയ്, നിന്റെ മൂക്കിൽ ഇത് എന്തു പറ്റി, നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ സൈനസിന്റെ അസുഖമല്ലേ, അതിന്റെ ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്റെ റൂമിലേക്ക് കയറി പോവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിള് ഒരു ഒട്ടകത്തെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മൃഗശാല പോലെ അവന്റെ വീടിന് ചുറ്റും മൃഗങ്ങൾ ചുറ്റി നടക്കുകയാണ്. ഇപ്പൊ ആദ്യ സ്റ്റേജ് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൈക്കിളിന്റെ മുഖം കാണുമ്പോഴത്തേക്കും ഇതുപോലെയാണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു മാറ്റം മൈക്കിളിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് തന്റെ സഹോദരിയായിട്ട് ചേർന്ന് അവന്റെ റൂമിലിരുന്ന് അവന്റെ ഫാൻസ് അവൻ ഒരുപാട് ലെറ്ററും കാര്യങ്ങളൊക്കെ അയക്കുമല്ലോ, അതെല്ലാം വായിച്ചു നോക്കാണ്. ഇപ്പൊ മൈക്കിളിന്റെ സഹോദരി അവനോട് പറയുന്നുണ്ട്, ഹേയ് മൈക്കിൾ, നിന്റെ മുഖത്തിനുള്ള ആ ഒരു മാറ്റം നല്ല രസമുണ്ട്, നല്ല ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്, ഞാൻ ഇതുപോലെ ചെയ്താലെന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയും, അതെ, ഈ ലോകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ട് എല്ലാവരും എന്നെ അറിയപ്പെടണം, അതാണ് എന്റെ ആഗ്രഹമെന്നും പറയും. കൂടാതെ മൈക്കിളിന്റെ റൂമിൽ കാണിക്കുമ്പോഴത്തേക്കും വലിയൊരു മലമ്പാമ്പുണ്ടല്ലോ, അതിനെയും അവൻ പെറ്റായിട്ട് വളർത്തുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് മൈക്കിളിന്റെ സഹോദരൻ വന്ന്, മൈക്കിൾ നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മൈക്കിൾ അവന്റെ സഹോദരിയോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്, എന്റെ പാമ്പിന് ഞാൻ ആഹാരമൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. ഇപ്പോൾ മൈക്കിള് ജോസഫിന്റെ ആ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് തന്റെ സഹോദരങ്ങളെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പൊ ജോസഫ് കൈ തട്ടിയിട്ട്, ദേ വന്നല്ലോ നമ്മുടെ ഹീറോ, ഇപ്പൊ ഒറ്റയ്ക്ക് സോളോ ആൽബം ഇറക്കി, നീ ഒറ്റയ്ക്ക് സമ്പാദിക്കാൻ പോവാണ്, നോക്കാം നീ ഇതുവരെ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരോടും പറയും, ഓക്കെ ബോയ്സ്, ജാക്സൺ 5ന്റെ വലിയൊരു മാറ്റം ഇവിടെ നിന്ന് തുടങ്ങാൻ പോവാണ്. നമ്മളൊരു യാത്ര പോകുന്നു, അതും ഒരു ടൂർ ആയിട്ടുള്ള ലൈവ് ആൽബം, അതാണിപ്പോൾ ഇവർ സംഘടിപ്പിക്കാൻ പോകുന്നത്. അതിലൂടെ ലോകം മുഴുവൻ ഇവരെ അറിയണം. അപ്പോൾ ലോകം മുഴുവൻ ജാക്സൺ 5 എന്ന് പറഞ്ഞ ഒരു വലിയ ബ്രാൻഡ് അത് വളരും. അങ്ങനെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ജോസഫ് സംസാരിക്കുമ്പോൾ നമ്മുടെ മൈക്കിൾ പറയും, ജോസഫ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ ജോസഫ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ആ എന്താ, നീ എന്നേക്കാൾ ബെറ്റർ ആയിട്ട് എന്താ ആലോചിക്കാനാണ്, എന്നേക്കാളും നിന്റെ സഹോദരങ്ങളെക്കാളും നീ ബെറ്റർ ആണെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഒരു ആൽബം ഹിറ്റായെന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ ശരിയാവുന്നതാണോ? എന്തായാലും ഞാൻ ഡിസൈഡ് ചെയ്യുന്നതെല്ലാം പറയുമ്പോൾ കാത്രിൻ ഇടയിൽ കയറിയിട്ട് ജോസഫ് മതിയാക്കെന്ന് പറയുമ്പോൾ, ഹേയ് നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് ജോസഫ് മൈക്കിളിന്റെ മുന്നിലേക്ക് വന്നിട്ട് പറയും, മൈക്കിൾ ഞങ്ങളെക്കാൾ ബെസ്റ്റ് ആണെന്ന് നീ എപ്പോഴും വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിള് പെട്ടെന്ന് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ നേരെ തന്റെ കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും ബില്ലുണ്ടല്ലോ, അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മൈക്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ നേരെ കാറിനകത്തേക്ക് കയറിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ പറയും. ഇപ്പോൾ തന്റെ കാറിൽ വെളിയിലേക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഗേറ്റിന്റെ അടുത്ത് 100 കണക്കിന് ഫാൻസാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ ഇടയിലൂടെ കാറിൽ പോകുമ്പോൾ എല്ലാവരെയും കൈ കാണിച്ചിട്ട് ഇപ്പൊ അവിടെ നിന്ന് നേരെ പോകുന്നത് ഏതൊരു മലയുടെ മുകളിലേക്കാണ്. അങ്ങനെ വണ്ടി കൊണ്ടുവന്ന ആ ഒരു മലയുടെ മുകളിൽ നിർത്തിയിട്ട് കുറച്ചു നേരം അവിടെ റിലാക്സ് ചെയ്യും. എന്നിട്ടാണ് മൈക്കിള് ബില്ലിനോട് പറയുന്നത്, എന്റെ അച്ഛൻ ജോസഫില്ലേ, അയാൾ എന്റെ കരിയർ സ്പോയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സത്യത്തിൽ ഞാനൊരു സോളോ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്, എന്റെ അച്ഛൻ അതെങ്ങനെയോ മനസ്സിലായി. ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബാൻഡിനെ മൊത്തമായിട്ടും അതിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല നമ്മുടെ മൈക്കിളിന്റെ വിഷമം. ബില്ലിനോട് പറയുമ്പോഴത്തേക്ക് ബില്ല് പറയും, അങ്ങനെയാണെങ്കിൽ മൈക്കിൾ നീ ഒറ്റയ്ക്ക് തന്നെ പോ, അതാണ് നിനക്ക് നല്ലതെന്ന് സജസ്റ്റ് ചെയ്യുമ്പോൾ മൈക്കിൾ പറയും, ഇല്ല അതിനുള്ള സമയം ആയിട്ടില്ല, എനിക്ക് എൻ്റെ ഫാമിലി ഇഷ്ടമാണ്, ജോസഫിനെ ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എൻ്റെ കരിയർ ഇനി മുതൽ ഒറ്റയ്ക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം, അതിനവർ സമ്മതിക്കില്ല എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് എനിക്ക് വിഷമമുള്ളത് എന്ന് പറയുമ്പോൾ ബില്ല് പറയും, മൈക്കിൾ നിന്റെ അച്ഛൻ എപ്പോഴും നിന്റെ ഫാമിലിയെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്, ആ ഫാമിലി മൊത്തവും ഒരുമിച്ച് വളരണം എന്നാണ് നിന്റെ അച്ഛനെ എപ്പോഴും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നിന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എന്തായാലും അയാൾ സമ്മതിക്കില്ല. അപ്പോൾ ബില്ല് പറഞ്ഞതും ഏകദേശം ശരിയാണ് എന്ന് നമ്മുടെ മൈക്കിൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ബില്ല് പറയുന്നത്, ശരി ഇനി മുതൽ നിനക്കായിട്ട് ഒരു ടീമിനെ നീ റെഡിയാക്കണം, പ്രത്യേക ഒരു വക്കീല്, പുതിയൊരു മാനേജര്, പുതിയൊരു ടീം,
എന്നല്ല നമ്മുടെ ബില്ല് പറയുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മൈക്കിൾ അതുപോലെ തന്നെ ഒരു ടീമിനെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് പലയിടങ്ങളിൽ സോളോ ട്രിപ്പ് എല്ലാം പോകുന്നുണ്ട്. എന്നിട്ട് ലൈവായിട്ടുള്ള ആ ഒരു മ്യൂസിക് കോൺസെർട്ട് ഉണ്ടല്ലോ, അത് നടത്തുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഫേമസ് ആവുന്നുണ്ട്. ഇതിലൂടെ ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു രാജ്യത്തെല്ലാം മൈക്കിളിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിയും. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ട് 1981 ഇപ്പോൾ നമ്മുടെ മൈക്കിള് അവന്റെ രൂപത്തിലും മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മൈക്കിളിന്റെ ആ ഒരു ഉയർച്ചയുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അവൻ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇപ്പൊ ചെയ്യാം. അങ്ങനെ ഒരു ദിവസം തന്റെ ടീമായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഇപ്പോൾ എല്ലാവരും ഓരോ സജഷൻസ് എല്ലാം വെക്കുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ജോൺ എന്ന് പറഞ്ഞ ഒരുത്തൻ നമ്മുടെ മൈക്കിൾ പറയുന്നത് പോലെ തന്നെ അവന്റെ ആഗ്രഹങ്ങൾക്കുള്ള ആ ഒരു സജഷൻസ് എല്ലാം അവനും പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് മൈക്കിള് ജോണിനെ പ്രത്യേകം നോക്കി, ഹേയ് ജോൺ, ഓക്കെ ജോൺ, ഞാൻ എന്താ ആഗ്രഹിക്കുന്നത്, നിന്നെ കൊണ്ടത് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും, ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. എന്താന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഒരാള് ഇതിന് ശേഷവും വരാൻ പാടില്ല, ഇതിന് മുന്നേയും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുപോലൊരു കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് മൈക്കിളിനെ നോക്കി ജോൺ പറയുമ്പോൾ മൈക്കിൾ ചോദിക്കും, ഓ അങ്ങനെയാണോ, ആ ഒരു ലെവലിലേക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് നിന്നെ കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ജോൺ പറയും, അതേ കഴിയും, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സോളോ ആയിട്ട് പെർഫോമൻസ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് അതിനുള്ള ചില ഐഡിയാസും ജോൺ അവിടെ വെച്ച് പറയുന്നുണ്ട്. ഇപ്പൊ അതുകൂടി കേൾക്കുന്നത് മൈക്കിള് ബാക്കിയുള്ള എല്ലാവരെയും പറഞ്ഞു വിട്ട് ഇപ്പൊ ജോണിനോട് സെപ്പറേറ്റ് സംസാരിക്കുകയാണ്. ഓക്കെ ജോൺ, നിങ്ങളുടെ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളായിരിക്കും എന്റെ PO. അതുപോലെ നിങ്ങൾക്ക് തരാൻ പോകുന്ന ആദ്യത്തെ ജോലി എന്താണെന്നറിയോ, ഇനി മുതൽ എൻ്റെ അച്ഛൻ ജോസഫ് ഒരിക്കലും എൻ്റെ മാനേജർ ആവാൻ പാടില്ല. അയാളുടെ കീഴിൽ എനിക്ക് ഒരിക്കലും ആൽബം ചെയ്യണ്ട. അതുകൊണ്ട് മാനേജർ സ്ഥാനത്ത് നിന്നും അയാളെ ഒഴിവാക്കി എന്നുള്ള ആ ഒരു നോട്ടീസ് അത് ജോസഫിന് അയച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ ജോസഫിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ജോസഫ് തന്റെ വീട്ടിലിരുന്നിട്ട് ഗിത്താറ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ടെലഗ്രാമിൽ ഒരു പോസ്റ്റ് വരുന്നു. എന്താണെന്ന് വായിച്ചു നോക്കുമ്പോൾ ഇതുപോലെ മാനേജർ സ്ഥാനത്ത് നിന്ന് ജോസഫിനെ എടുത്ത് കളഞ്ഞു എന്നുള്ള ഒരു പേപ്പറാണ്. അതും മൈക്കിൾ ജാക്സന്റെ പേരിൽ. ഇതിനുശേഷം നിങ്ങളുടെ സർവീസ് ഒരിക്കലും മൈക്കിൾ ജാക്സന് വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത്. അതൊരു ഒന്നൊന്നര സീനാണ്. തിയേറ്ററിൽ ഈ ഒരു സീൻ കാണുമ്പോൾ കണ്ടല്ലോ, എല്ലാവരും നല്ല ചിരിയായിരുന്നു. കാരണം ഇയാൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിലാണ് ആ ഒരു ചിരി വന്നത്. ഇതുകൂടിയാവുന്നത് ജോസഫിന് നല്ല ദേഷ്യം വന്നിട്ട് ഒരു സൈക്കോയെ പോലെ പെട്ടെന്ന് കാത്തലിന്റെ അടുത്തേക്ക് വന്നിട്ട്, ദേ ഇത് നോക്ക്, നിന്റെ മകൻ എന്താ ചെയ്തെന്നറിയോ, മാനേജർ സ്ഥാനത്ത് നിന്നും എന്നെ നീക്കം ചെയ്തു. അത് മുഖത്ത് നോക്കി എന്നോട് ഇത് പറയാനുള്ള ധൈര്യം പോലും നിന്റെ മകനില്ല. അതുകൊണ്ട് വേറെ ആരോ വിട്ടിട്ട് ഫാക്സ് അയച്ചേക്കാണ്. അവൻ വീട്ടിലേക്ക് വരട്ടെ, എന്റെ ബെൽറ്റിന്റെ ചൂട് എന്താണെന്ന് അവ അറിയും. ഇതുപോലൊരു കാര്യം ഇനി അവൻ ജീവിതത്തിൽ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ കാത്തലിൻ പറയും, എന്ത് അടിക്കാൻ പോകുന്നു, അവന്റെ വയസ്സെന്താണെന്നറിയോ, പണ്ടത്തെ പോലെ അവർ കുട്ടിയല്ല, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും എല്ലാത്തിനുള്ള അവകാശം അവനുണ്ട്. അതുകൊണ്ട് അവന്റെ മേളിൽ കൈവയ്ക്കാനുള്ള അവകാശം ഒരിക്കലും നിനക്കില്ല. ഇത്രയും നല്ലൊരു ജീവിതം തന്നതിന് അവനോട് പോയി താങ്ക്സ് പറയും എന്ന് പറയുമ്പോഴത്തേക്ക് ജോസഫ് പറയും, എന്ത് ഇതിനെല്ലാം കാരണം അവനാണെന്നോ, എന്താ പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയോ, അത്രയും താഴ്ന്നൊരു ജീവിതത്തിൽ നിന്നും ഈ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നതേ ഞാൻ കാരണമാണ് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും കാത്തലിൻ നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരും ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നു. ഇതേ സമയം നമ്മുടെ ബില്ലിനെ മൈക്കിളിനെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളും പാവ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വാങ്ങുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, മൈക്കിള് കുട്ടിക്കാലത്ത് ഒരു കുട്ടിയായിരിക്കുമ്പോൾ അവൻ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അവന്റെ ആഗ്രഹങ്ങളെല്ലാം തീർക്കുന്നത് ഇപ്പോഴാണ്. കാരണം മറ്റുള്ള കുട്ടികൾ കളിപ്പാട്ടങ്ങളെല്ലാം ഉപയോഗിച്ച് കളിക്കുന്നു, മറ്റു കുട്ടികളായിട്ട് കളിക്കുന്നു. പക്ഷേ മൈക്കിളിന്റെ ജീവിതം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മൈക്കിളിനെ ഒരു ലേഡിയും അവരുടെ മകനും കാണുന്നത്. അപ്പൊ ആ ഒരു ലേഡിക്കാണെങ്കിൽ മൈക്കിളിന് അത്ര ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് ചെന്നിട്ട് ഓട്ടോഗ്രാഫ് ചോദിക്കാനായിട്ടൊരു പേടി. അതുകൊണ്ട് പറയും, ഹേയ് മൈക്കിൾ, എന്റെ മകന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അവനൊരു ഓട്ടോഗ്രാഫ് കൊടുക്കൂ എന്ന് ചോദിക്കുമ്പോൾ മൈക്കിൾ പറയും, മതി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയും, ഇല്ല എന്റെ അമ്മയ്ക്കാണ് നിങ്ങളെ ഇഷ്ടം. അപ്പോൾ മൈക്കിൾ ഇത് കണ്ട് ചിരിച്ചിട്ട് അവർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരും ഒരുപാട് കുട്ടികൾ അവിടേക്ക് വന്ന് എല്ലാവരും ഓട്ടോഗ്രാഫ് മൈക്കിളിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പൊ ആരോടും ഒരു ദേഷ്യം കാണിക്കാതെ എല്ലാവരോടും നല്ല സന്തോഷമായിട്ട് നിന്നാണ് അവിടെ ആ ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്ന നമ്മുടെ മൈക്കിള് അവന്റെ സഹോദരങ്ങൾ വെളിയിൽ നിന്നിട്ട് ബാസ്കറ്റ് ബോൾ കളിക്കുമായിരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് ഒന്ന് ട്വിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമുണ്ട്. ഹേയ്, നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് കളിച്ച ഗെയിമാണ്, ഇത് നമുക്ക് ഒന്നുകൂടി കളിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, മൈക്കിൾ അതൊക്കെ കുട്ടിക്കാലത്തല്ലേ, നമ്മൾ ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ, ഇപ്പൊ അതിനൊന്നും സമയമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് മൈക്കിൾ ഇപ്പോഴും നീ വലിയ കുട്ടിയല്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ കളിയാക്കിയിട്ട് അവര് അവരുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും മൈക്കിൾ നേരെ റൂമിലേക്ക് വന്ന് തന്റെ ആ ഒരു കുട്ടി കുരങ്ങുണ്ടല്ലോ അതിനോടൊപ്പമാണ് ആ ഒരു ഗെയിം കളിക്കുന്നത്. ഓക്കെ, ആ ഒരു കുരങ്ങിന്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല, അതിന്റെ പേര് ബബിൾ എന്നാണ്. പിന്നെ നമ്മുടെ മൈക്കിളിന്റെ സ്റ്റോറി ആയതുകൊണ്ടാണ് മറ്റുള്ള കഥാപാത്രങ്ങൾക്കൊന്നും അത്രയും വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. ഇവിടെ നമ്മുടെ മൈക്കിളിനെ മാത്രമേ നമുക്ക് കണ്ടാൽ മതിയല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ അന്ന് രാത്രിയായിട്ട് മൈക്കിള് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് തിരിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ജോസഫ് ദേ ഇതുപോലെ വന്ന് നിൽക്കുന്നു.
മൈക്കിൾ അങ്ങ് പേടിച്ചു. മൈക്കിൾ വിചാരിക്കും തന്നെ അടിക്കാനായിട്ട് നിൽക്കുവാണെന്ന്. അപ്പോൾ ജോസഫ് ആ ഒരു ലെറ്റർ എടുത്ത് കാണിക്കുമ്പോൾ മൈക്കിൾ ഒന്നും മിണ്ടത്തില്ല. അപ്പോൾ ജോസഫ് പറയുന്നേ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ പറയുമ്പോൾ മൈക്കിൾ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴത്തേക്കും ജോസഫ് പറയുന്നുണ്ട്, ഓക്കെ, ഒരു കുടുംബം എങ്ങനെയാണ്, ഒരു കുടുംബത്തെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്നല്ല നീ ഇനി പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ മൈക്കിൾ ഇപ്പോൾ ഈ ക്യാൻസർ എല്ലാം ബാധിച്ചെടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, അതുപോലെയുള്ള ഒരു കുട്ടികളേക്ക് പോയി കണ്ട് അവർക്ക് ഗിഫ്റ്റായിട്ട് ഒരുപാട് കളിപ്പാട്ടങ്ങളെല്ലാം കൊടുത്ത് ഈ കുട്ടികളെല്ലാവരും സർപ്രൈസ് ചെയ്യിച്ചിട്ട് അവരെല്ലാവരും സന്തോഷിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ജോണിനോട് സംസാരിക്കുമ്പോഴാണ് മൈക്കിൾ ഒരു കാര്യം പറയുന്നത്, ഹേയ് ജോൺ, എനിക്കിപ്പോൾ ഒരു വേൾഡ് ടൂർ തന്നെ ചെയ്യണം. ഇതുപോലൊരു കാര്യം ലോകത്താരും ഇതുവരെയും ചെയ്യാൻ പാടില്ല. ഞാനായിരിക്കണം അത് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ എനിക്കൊരു ഷോർട്ട് ഫിലിം എടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് മൈക്കിൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതിനുശേഷം ഞാനിനി റിപ്പോർട്ടേഴ്സിനെ കാണത്തില്ല എന്ന് പറയുമ്പോൾ ജോൺ പറയും, അല്ല മൈക്കിൾ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ടേഴ്സിനെ കണ്ടാൽ മാത്രമേ ജനങ്ങൾ നിന്നെ ഓർക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, ഇല്ല അങ്ങനെയല്ല, എപ്പോഴും ജനങ്ങൾ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാലേ അവരെന്നെ മടുക്കും. അങ്ങനെയാണെങ്കിലേ ജനങ്ങൾ എപ്പോഴും എന്നെ ഓർക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ആ ഒരു വേൾഡ് ടൂർ ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള സോങ്സ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് രാത്രിയും പകലൊന്നും ഇല്ലാതെ. അതിലൊരു സീനിൽ നമ്മുടെ മൈക്കിള് സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമ്പോൾ അതും മുകളിലേക്ക് തന്നെ നോക്കി കിടക്കുമ്പോഴത്തേക്ക് അവൻ്റെ സഹോദരങ്ങൾ ചോദിക്കും, ഹേയ് മൈക്കിൾ, നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ചാനലിംഗ്, ക്രിയേറ്ററും ആയിട്ടുള്ളൊരു ചാനലിംഗ്. ഇപ്പോൾ ദൈവത്തിനോട് എനിക്കൊരു മ്യൂസിക് തരാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കുകയാണ് എന്ന് മൈക്കിൾ പറയുന്നുണ്ട്. അതേപോലെ രാത്രിയിൽ തൻ്റെ പെറ്റ് അനിമലുണ്ടല്ലോ അതിനെ കൊണ്ട് റോഡിലൂടെ നടന്നു പോയിട്ട് അപ്പോഴും പുതിയ പുതിയ മ്യൂസിക്കുകളെ പറ്റി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ പോകുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ടി വിയിൽ കറുത്തവർഗക്കാരായിട്ടുള്ള ആളുകൾ ഷൂട്ടിംഗ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മരിച്ചെന്നുള്ളൊരു ന്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ല. ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും മൈക്കിള് അവർക്ക് വേണ്ടിയിട്ട് ഒരു സോങ് റെഡിയാക്കാൻ നോക്കും. അതുമല്ല, ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഗ്യാങ്സ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നല്ല കഴിവുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ പറ്റിയെല്ലാം ആലോചിച്ച് അവർക്ക് വേണ്ടി പുതിയൊരു മ്യൂസിക് ഇപ്പോൾ നിർമ്മിക്കാൻ പോവാണ്. എന്നിട്ട് അങ്ങനെയുള്ള ഡാൻസേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി മൈക്കിൾ തീരുമാനിച്ചിട്ട് ഇപ്പോൾ മൈക്കിൾ നേരെ അവരുടെ അടുത്തേക്ക് പോകും. ഇപ്പോൾ ബില്ലിനാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ഇത് ശരിയായിട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ, ഹേ ബിൽ, റിലാക്സ്, എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ് മൈക്കിൾ നേരെ അതിനകത്തേക്ക് കയറി വരുമ്പോൾ അതൊരു ഒന്നൊന്നര സീനാണ്, പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ഇപ്പം അകത്തേക്ക് വരുമ്പോഴത്തേക്കും അവരെല്ലാവരും ഡാൻസ് പ്രാക്ടീസ് എല്ലാം ചെയ്യുമ്പോൾ അവരുടെ മൂവ്മെന്റ് ഇതെല്ലാം നമ്മുടെ മൈക്കിളിനെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ മൈക്കിൾ വന്നെന്നറിയുമ്പോൾ അതിലൊരുത്ത മൈക്കിളിനോട് ഓട്ടോഗ്രാഫ് ചോദിക്കും. അപ്പോൾ മൈക്കിൾ പറയും, അത് എല്ലാവർക്കും തരാം, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും തരാം, പക്ഷെ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. അതുമല്ല, നമ്മൾ തമ്മിലുള്ള ആ ഒരു ഒത്തൊരുമ അത് പാട്ടിലൂടെയും ഡാൻസിലൂടെയും മാത്രമാണ്. ഇത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. ഈ ലോകത്തെ നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൈയടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കിള് അവൻ തയ്യാറാക്കിയ കുറച്ച് ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട്, അതാദ്യം അവർക്ക് കളിച്ച് കാണിച്ചു കൊടുക്കും. ഓക്കെ, നമ്മൾ ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് കൂടെയുള്ള ഡാൻസേഴ്സ് ഉണ്ടല്ലോ, അവരെ കൊണ്ടുവന്ന് മ്യൂസിക് ഇല്ലാതെ ആദ്യം ആ ഒരു ഡാൻസ് സ്റ്റെപ്പ് അതെങ്ങനെയാണ് കളിക്കുന്നത് എന്നല്ലേ ഇവർ കളിച്ച് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ആ മ്യൂസിക് പ്ലേ ചെയ്ത് പിന്നെ ഒരു കളിയുണ്ട്. എൻ്റെ മോനെ രോമാഞ്ചം ഉണ്ടല്ലോ, എഴുന്നിട്ട് അങ്ങനെ നിൽക്കും. അമ്മാതിരി പെർഫോമൻസ് ആണ്. ഇതിപ്പോഴും പറയാണ്, തിയേറ്ററിൽ ഈ ഒരു സിനിമ കണ്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു സീനിന്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന്. അതുപോലെ ഇത് കഴിഞ്ഞ് നമ്മുടെ മൈക്കിൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ഞാൻ തയ്യാറാക്കുന്നുണ്ടെന്ന്. പിന്നീട് എന്താണ് നമ്മുടെ മൈക്കിൾ നേരെ അവൻ്റെ സ്റ്റുഡിയോയിലേക്ക് വന്ന് അടുത്തടുത്ത ഓരോ സോങ്ങുകളായിട്ട് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ കളിക്കുന്ന ആ ഒരു സോങ് വേറെ ഏതോ അല്ല, ബീറ്റിട്ടുണ്ടല്ലോ അതാണ്. അങ്ങനെ മൈക്കിൾ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സിനിമകളൊക്കെ കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ഹൊറർ സിനിമ കാണുമ്പോഴത്തേക്കാണ് മൈക്കിളിന് പുതിയൊരു ഐഡിയ വരുന്നത്. ഇപ്പൊ അത് വെച്ചിട്ട് അതിലെ ആ ഒരു കഥാപാത്രങ്ങളെല്ലാം ഇൻസ്പയർ ചെയ്ത് ത്രില്ലർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മ്യൂസിക് മൈക്കിൾ ചെയ്യാണ്. ഈ മ്യൂസിക് ഞാൻ ഇനി എടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിൽ പറയുന്ന എല്ലാ സോങ്ങുകളും നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഓരോന്നായിട്ട് എടുത്ത് സെർച്ച് ചെയ്ത് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മൂവി പൂർണ്ണമായിട്ട് കണ്ട ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു പാട്ട് കൂടി ചെയ്ത് കഴിയുന്നതും മൈക്കിളിൻ്റെ ആ ഒരു ലെവലുണ്ടല്ലോ, അത് വേറെ ലെവലിലേക്ക് പിന്നെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരിക്കലും താഴുന്നില്ല. ഇപ്പൊ കോടിക്കണക്കിന് ആരാധകരും, അത് തീവ്ര ആരാധകൻ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോണും മൈക്കിളും ഇവരുടെ സോങ്സ് എല്ലാം പബ്ലിഷ് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്, അവിടെ പോയിട്ട് മൈക്കിളും ജോണും സംസാരിക്കുകയാണ്. ഇപ്പൊ അവർ പറയും, നിങ്ങൾ നല്ലൊരു കാര്യമാണ് ചെയ്തത്, ഇപ്പൊ നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ സോങ് MTVയിലും കൂടി പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി അറിയപ്പെടും. അതുകൊണ്ട് MTVയിൽ എൻ്റെ സോങ്സ് വരാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, സോറി, MTV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ആളുകളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. ആൾറെഡി ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തിരുന്നു, പക്ഷേ ഒരിക്കലും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, ഓ അപ്പോൾ ട്രൈ ചെയ്തിരുന്നു അല്ലേ, ഒരു തവണ കൂടി നല്ലതുപോലെ നല്ല ഹാർഡായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പോൾ എന്തായാലും എൻ്റെ സോങ് MTVയിൽ പ്ലേ ആവണം, അതാണ് വേണ്ടതെന്ന് പറയുമ്പോൾ
അയാളും പെട്ടെന്ന് തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഇതുപോലെ MTVയിലെ ആ ഒരു മാനേജറിനെ കോണ്ടാക്ട് ചെയ്ത് മൈക്കിൾ ജാക്സന്റെ സോങ് അവർ പ്ലേ ചെയ്യണം എന്നിതുപോലെ ഫോണിലൂടെ പറയുമ്പോഴത്തേക്കും അയാൾ പറയും സോറി സാർ, അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇയാൾ പറയും നിന്നോട് ഞാൻ റിക്വസ്റ്റ് അല്ല ചെയ്യുന്നത്, അടുത്ത 10 മിനിറ്റിനുള്ളിൽ മൈക്കിൾ ജാക്സന്റെ സോങ് MTVയിൽ പ്ലേ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ കട്ട് ചെയ്യും. അതുമല്ലാതെ എനിക്കറിയാവുന്ന ഒരുപാട് ആർട്ടിസ്റ്റ് MTV ആയിട്ട് കണക്ഷൻ ഉണ്ട്, അവരെ എല്ലാവരെയും അതിൽ നിന്ന് ഞാൻ പിന്മാറ്റും എന്നുകൂടി പറയുന്നതും എന്തായാലും അയാൾ MTVയിൽ മൈക്കിൾ ജാക്സന്റെ സോങ് പ്ലേ ചെയ്യാൻ പോവാണ്. അത് കണ്ടിട്ട് മൈക്കിളിന് നല്ല സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1983 ഇപ്പോൾ കാലിഫോർണിയയിലെ ഒരു സ്റ്റേജിൽ ഇവിടെ വെച്ചിട്ടാണ് ബില്ലി ജീൻ ഉണ്ടല്ലോ ആ ഒരു സോങ് മൈക്കിൾ ജാക്സൺ പെർഫോമൻസ് ചെയ്യുന്നത്. ഇപ്പോൾ ബില്ലി ജീൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സോങ്ങിലാണ് ആദ്യമായിട്ട് മൈക്കിൾ ജാക്സൺ മൂൺ വാക്ക് ഉണ്ടല്ലോ അത് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ വെച്ചിട്ട് കുറേ മൂവ്മെന്റുകൾ പുതുതായിട്ടും മൈക്കിൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും നല്ല ഹാപ്പിയായി. അവരെല്ലാവരും അത്ഭുതത്തോടെ ആ ഒരു മൂൺ വാക്ക്, മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പ്, ഈ ഒരു സോങ് എല്ലാം നല്ലതുപോലെ ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ത്രില്ലർ എന്ന് പറഞ്ഞ ആ ഒരു സോങ്ങിന്റെ കോപ്പീസ് 25 മില്യൺ ആ ലെവലിന് വിറ്റ് പോയിട്ടുണ്ട്. അതും ആ ഒരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കണം. സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളൊന്നും ഫേമസ് ആവാത്ത ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇത്ര ആരാധകരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും ഒരു മാറ്റവുമില്ല. അതുപോലെ തന്നെ ഇതൊക്കെ ഇനി പുതിയൊരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും വരണം. ഇപ്പൊ ഈ ഒരു സന്തോഷത്തിൽ എല്ലാവരും പാർട്ടിയെല്ലാം നടത്തുമ്പോഴത്തേക്കും നമ്മുടെ മൈക്കിളിന്റെ ഫാമിലി, അതേപോലെ തന്നെ സഹോദരങ്ങള്, പിന്നെ ആദ്യത്തെ ആ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടല്ലോ അവരെല്ലാവരും അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മൈക്കിളിന്റെ അച്ഛൻ ജോസഫ് അയാൾ ഈ ഒരു പാർട്ടിയുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നല്ല ഉച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട് എന്റെ മകൻ ഒരു മണി മേക്കിംഗ് മെഷീനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ ഒരുപാട് പ്രയത്നങ്ങൾ അതിലുണ്ട്, പക്ഷെ ഇതാരും അംഗീകരിച്ച് തരത്തില്ല എന്നെല്ലാം പറഞ്ഞ് അയാളുടെ വിഷമങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ജോസഫിനെ കാണിക്കുമ്പോഴത്തേക്കും ജോസഫ് ഒരു പഴയ പ്രൊഡ്യൂസറിനെ കണ്ടിട്ട് അയാളോട് പറയുന്നുണ്ട് ഇതുപോലെ എന്റെ കുട്ടികളെ വെച്ചിട്ട് ഒരു വേൾഡ് ടൂർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജാക്സൺ 5നെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനാണ് എന്റെ പ്ലാൻ. അത് ചെയ്യാൻ നീ തയ്യാറാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ നിന്റെ മകൻ മൈക്കിൾ ജാക്സൺ ഉണ്ടാവത്തില്ലേ, അവനുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് ചെയ്തു തരാം എന്ന് പറയുന്നതും ജോസഫ് പറയും മൈക്കിൾ അല്ലേ, അവൻ എന്തായാലും ഉണ്ടാവും, അവനില്ലാതെ എങ്ങനെ, പക്ഷേ സ്പോൺസേഴ്സ് അത് നല്ല വലിയ രീതിയിൽ തന്നെ വേണം. അതിന് റോൾസ് റോയ്സ് ആ ഒരു കമ്പനിയെല്ലാം സ്പോൺസർ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ കുറച്ചു നേരം ആലോചിച്ച് നോക്കിയിട്ട് ഓക്കെ അതൊക്കെ ചെയ്യാം, നിങ്ങളുടെ വേൾഡ് ടൂറിന് പെപ്സി കമ്പനി നല്ലൊരു സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി നല്ല പണം കിട്ടും, പക്ഷേ മൈക്കിൾ ജാക്സൺ ആയിരിക്കണം ആ ഒരു കമ്പനിയുടെ ഫേസ്. അവൻ അതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വേൾഡ് ടൂറിന് ഞാൻ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോൾ ജോസഫ് പറയും ഓക്കെ എന്തായാലും അത് ചെയ്യാൻ തയ്യാറാണ്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഡ്യൂസറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിള് രാത്രി തന്റെ റൂമിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് റൂമിനകത്ത് ആരും നിൽക്കുന്നത് പോലെ മൈക്കിൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് വേറെ ആരുമില്ല, ജോസഫാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന മൈക്കിളിന്റെ ഒരു ആൽബം എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് ഏതോ ഒരു തെരുവില് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള, അതും അന്ന് താഴേക്കിടയിൽ നിന്നും ഒരു ചെറിയ പയ്യൻ ഇപ്പോൾ വേൾഡിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരാളായിട്ട് മാറി എന്ന് പറഞ്ഞാല് നിനക്കത് വിശ്വസിക്കാൻ കഴിയോ? അച്ഛാ നിങ്ങളിപ്പോ നല്ല മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ റൂമിലേക്ക് പോകാൻ പറയുമ്പോൾ ഇല്ല, ജാക്സൺ 5ന് ഒരു വേൾഡ് ടൂർ നടത്തണം, അതിന് പെപ്സിയാണ് സ്പോൺസർ ചെയ്യുന്നത്, അതിന് നീയും ഞങ്ങളോടൊപ്പം വരുന്നു, മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാനിപ്പോൾ ഒരു ചെറിയ കുട്ടിയല്ല, എന്റെ ജീവിതം എനിക്ക് ജീവിക്കണം, അതിനെന്നെ വെറുതെ വിടാൻ പറയുമ്പോൾ ജോസഫ് വേറൊന്നും പറയത്തില്ല. ജോസഫ് വന്നിട്ട് ഇല്ല നീ എന്തായാലും തീർച്ചയായിട്ടും വരണം, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നീ വന്നേ മതിയാവുള്ളെന്നും പറഞ്ഞ് ജോസഫ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പെപ്സി ഈ സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂസിക് ഇപ്പോൾ അവർ ചെയ്യാൻ പോവാണ്. അങ്ങനെ അത് ചെയ്യുമ്പോഴത്തേക്കും അതിന് പ്രൊഡ്യൂസർ റീഷൂട്ട് പറയും. അങ്ങനെ പെർഫോമൻസ് ചെയ്ത് നിന്ന് നമ്മുടെ ജാക്സന് അത് ഒട്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും മൈക്കിൾ ഇപ്പോൾ അത് റീഷൂട്ട് ചെയ്യാൻ വേണ്ടി നേരെ മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ അവിടെ ആ ഒരു ഫയർ വർക്ക്സ് തുടങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരണം, അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ മൈക്കിളിന്റെ തലയിലേക്ക് ആ ഒരു സ്പാർക്സ് ഉണ്ടല്ലോ അത് വീണിട്ട് തലമുടിയിൽ തീ പിടിക്കും. ഇതാദ്യം മൈക്കിൾ ശ്രദ്ധിക്കത്തില്ല. ഇപ്പൊ താഴേക്ക് വരുമ്പോഴത്തേക്കാണ് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് തീ നല്ലതുപോലെ പിടിക്കുന്നതും പൊള്ളലേക്കുമ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മുടെ മൈക്കിളിനെ പെട്ടെന്ന് തന്നെ ആ ഒരു കൂട്ടത്തിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ആംബുലൻസിലേക്ക് കയറ്റി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ മൈക്കിളിന്റെ ഫാമിലി മൊത്തവും വെളിയിലുണ്ട്. മൈക്കിളിന് എന്ത് സംഭവിച്ചെന്നറിയാതെ ഇവരെല്ലാവരും വിഷമിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ ഡോക്ടർ വെളിയിലേക്ക് വന്നിട്ട് ഓക്കെ നിങ്ങളുടെ മകന് കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് റേറ്റ് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ടാണ് അവനെ രക്ഷപ്പെടുത്തിയത്, അതുമല്ല അവന്റെ തലയിൽ നല്ല പൊള്ളലേറ്റിട്ടുണ്ട്, കുറച്ച് നാൾ എന്തായാലും റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതിനിടയിൽ ജോസഫ് മൈക്കിളിന്റെ അച്ഛൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവന് വീണ്ടും പെർഫോമൻസ് ചെയ്യാൻ കഴിയുമെന്ന്. ഇത് കേൾക്കുന്ന കാത്രീൻ ഇവൻ ആരാടാന്നും പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളുടെ മകൻ മരിച്ച് ജീവിച്ചേക്കാണ്, അതുകൊണ്ട് അവന്
ഒരു എമോഷണൽ സപ്പോർട്ട് വേണം. ഇത്ര മാത്രമേ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ മൈക്കിളിന്റെ തലയിൽ ആ ഒരു പൊള്ളലേറ്റ ഭാഗമുണ്ടല്ലോ, അത് പതിയെ ഇപ്പോൾ ഹീലായിട്ട് വരുന്നുണ്ട്. അവൻ ഒരു കണ്ണാടി എടുത്ത് വെച്ച് ഇപ്പൊ തന്റെ തലമുടിയിലേക്ക് നോക്കിയിട്ട് ഡോക്ടറിനോട് ചോദിക്കും, ഡോക്ടർ ഇനിയിപ്പോൾ വിഗ് വയ്ക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മൈക്കിൾ, കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നതും ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മൈക്കിളിന്റെ അമ്മ അവന്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴാണ് ബില്ല് മൈക്കിളിന് ഇഷ്ടമുള്ള ഒരുപാട് ആഹാരങ്ങൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മുടെ മൈക്കിളിനെ നല്ലതുപോലെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മൈക്കിളിന് എന്തോ ഒരു വിഷമം, അവൻ പല കാര്യങ്ങളും ആലോചിച്ചിങ്ങനെ കിടക്കാണ്. അപ്പോഴാണ് മൈക്കിളിന്റെ അമ്മ പറയുന്നത്, മൈക്കിൾ, നിന്റെ അച്ഛൻ ജോസഫ്, അയാളെ പറ്റി ആലോചിച്ച് നീ എന്തായാലും വിഷമിക്കണ്ട, നീ നല്ലതുപോലെ റെസ്റ്റ് എടുക്ക്, നിന്റെ മുറിവുകളെല്ലാം മാറട്ടെ എന്ന് പറയുമ്പോൾ മൈക്കിൾ പറയും, ഇല്ലമ്മ, ജോസഫ് ഒരിക്കലും മാറാൻ പോകുന്നില്ല, ജോസഫ് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോൺ ഉണ്ടല്ലോ, ജോൺ ഇപ്പോൾ മൈക്കിളിനോട് സംസാരിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ മൈക്കിളിനെ കാണിക്കുമ്പോൾ ശരീരം മുഴുവൻ പൊള്ളലേറ്റ ഒരാളുമായിട്ട് മൈക്കിൾ സാധാരണ രീതിയിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ ജോൺ ആലോചിക്കുന്നുണ്ട്, ഇത്ര വലിയൊരു ഉയരത്തിലേക്ക് വന്നിട്ടും ഒരു സാധാരണ മനുഷ്യനെ പോലെ മൈക്കിളിന് ഒരു മാറ്റവുമില്ല, അവൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് എന്നവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വെളിയിലേക്ക് വന്ന നമ്മുടെ മൈക്കിളിനോട് ജോൺ സംസാരിക്കുമ്പോഴത്തേക്കാണ് മൈക്കിൾ പറയുന്നത്, ഈ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് അവരുടെ ബില്ലടയ്ക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത നമ്മുടെ ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മൊത്തമായിട്ടും ഈ ഒരു രോഗികൾക്ക് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യണം എന്നെല്ലാം മൈക്കിൾ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജോസഫിനെ കാണിക്കുമ്പോൾ ജോസഫിന് ഇപ്പോൾ ഭ്രാന്ത് പിടിച്ചതുപോലെയായി. കാരണം മൈക്കിളില്ലാതെ ഇവർക്ക് ഒരിക്കലും ഈ ഒരു വേൾഡ് ടൂർ ചെയ്യാൻ കഴിയത്തില്ല. അവനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ നഷ്ടമാവുമെന്നറിയോ എന്നെല്ലാം കാത്തലിനോട് പറഞ്ഞ് അവന്റെ ദേഷ്യമല്ല ഇങ്ങനെ പറയാണ്. അപ്പൊ കാത്തലിൻ പറയും, മൈക്കിൾ ഇപ്പോഴാണ് ICUയിൽ നിന്ന് വെളിയിലേക്ക് വന്നത്, നീ എപ്പോഴും നോക്കിയാലും പണം പണം, ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. നിനക്ക് അവനെ പറ്റി എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിലേ അവനെ അവന്റെ വഴിക്ക് വിട്. നീ മൈക്കിളിനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്, ഞാൻ നമ്മുടെ മറ്റു കുട്ടികളെ പറ്റിയും നമ്മുടെ കുടുംബത്തിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ മൈക്കിള് അവന് വേണ്ടിയിട്ടുള്ള വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കി കുട്ടികളും അവർക്ക് വേണ്ടിയിട്ടുള്ള വഴി അവർ കണ്ടുപിടിക്കും. എന്നാലും നമ്മുടെ ജോസഫിന് അതൊന്നും മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്കിളിനെ കാണിക്കുമ്പോൾ മൈക്കിൾ ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ബില്ലവിടേക്ക് വന്ന് മൈക്കിളിനോട് സംസാരിക്കുമ്പോഴത്തേക്കാണ് മൈക്കിൾ പറയുന്നത്, ദൈവം എനിക്ക് രണ്ടാമതൊരു അവസരം തന്നേക്കാണ്. കാരണം ഞാൻ മരണത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. അതുകൊണ്ട് ഇതെനിക്ക് നല്ലതുപോലെ യൂസ് ചെയ്യണം. എല്ലാവരോടും നല്ല സ്നേഹത്തോടെ പെരുമാറും. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ആ ഒരു വേൾഡ് ടൂറ് അത് ഞാൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1984 വിക്ടറി ടൂറിന്റെ ഫൈനൽ നൈറ്റ്, ഇതുവരെ മൈക്കിൾ കാണാത്ത വലിയൊരു സ്റ്റേഡിയം, അതിനുള്ളിൽ വെച്ചിട്ടാണ് ആ ഒരു ഷോ നടക്കാൻ പോകുന്നത്. ജോസഫിനും അത്രയും സന്തോഷമായി. മൈക്കിൾ തന്റെ സഹോദരങ്ങളോടൊപ്പമുള്ള ജാക്സൺ 5 അവരോടൊപ്പമുള്ള ഒരുപാട് സോങ്ങുകൾ ഇവിടെ വെച്ച് പാടുന്നുണ്ട്. അപ്പൊ അവിടെ പാടുന്ന സോങ്ങുകൾ ഇതൊക്കെയാണ്: ഹ്യൂമൻ നേച്ചർ, വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ്. ഇപ്പൊ അങ്ങനെ ആ ഒരു ഷോ നടത്തുമ്പോഴത്തേക്കും ആരാധകരുണ്ടല്ലോ, അവരെല്ലാവരും മയങ്ങി വീഴുന്ന രീതിയിൽ അതുപോലെയാണ് ആ ഒരു പെർഫോമൻസ്. എല്ലാവരും നല്ലതുപോലെ കരയെല്ലാം ചെയ്യുന്നു. കാരണം അത്ര ആരാധനയാണ് ഒരു മനുഷ്യനോട്. ഇതൊക്കെ വേറൊരാൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല, അറിയത്തില്ല. ഇത്ര ആരാധകരെ, ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഒരിക്കലും അറിയത്തില്ല. ഇപ്പൊ ആ ഒരു സോങ്ങിലൂടെ തന്നെ തന്റെ സഹോദരങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ വെച്ചിട്ട് മൈക്കിള് വലിയൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഇപ്പൊ ഓഡിയൻസിനോടും എല്ലാവരോടും ഒരു അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ അവനൊരു കാര്യം പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ജാക്സൺ 5 ഞാൻ പാടുന്ന അവസാനത്തെ എന്റെ ഷോ ഇതായിരിക്കും. ഇതിന് ശേഷം ഞാൻ സോളോ ആയിട്ടായിരിക്കും ഇനി പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം മൈക്കിൾ തന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന ജോസഫിന് ഇവൻ എന്താ ഈ പറയുന്നെന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഷോയില് തന്റെ സോങ് എല്ലാം അവസാനമായിട്ട് പാടിക്കഴിഞ്ഞ് ഇപ്പൊ ആ ഒരു മൈക്കും അവിടെ വെച്ചിട്ട് മൈക്കിള് ഇപ്പോൾ ജാക്സൺ 5 നിന്നും തന്റെ വേൾഡ് ടൂർ, അതും സോളോ ആയിട്ടുള്ള ആ ഒരു ടൂർ ഇനി തുടങ്ങാൻ പോവാണ്. അവിടെ നിന്നുള്ള തുടക്കം ഇതായിരുന്നു. ഇതുകൂടിയാവുന്നതും ജോസഫിന് ഇനി ഒട്ടും സഹിക്കാൻ കഴിയത്തില്ല. കാരണം ഇനി അവരുടെ ആ ഒരു ബാൻഡിൽ മൈക്കിൾ ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, 1988 ലണ്ടൻ ആൻഡ് ഇംഗ്ലണ്ട് ഒരു വലിയ സ്റ്റേജില് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നില്, അത് വലിയൊരു ഗ്രൗണ്ട്. എന്റെ മോനെ, ഇവിടെയുള്ള മ്യൂസിക്കും ജഫാർ ജാക്സന്റെ പെർഫോമൻസും യോ പറയാൻ വയ്യ. മൈക്കിൾ ജാക്സൺ ഇഷ്ടപ്പെടുന്നവർക്കാർക്കും ഈ ഒരു സീനൊന്നും ഈ രോമാഞ്ചിഫിക്കേഷൻ അല്ലാതെ കണ്ടിരിക്കാൻ കഴിയത്തില്ല. അത് പാടുന്ന സോങ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതോടെ നമ്മുടെ മൈക്കിൾ ജാക്സന്റെ ബയോപിക്കിന്റെ ഈ ഒരു ഭാഗം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ ഭാഗം ഇറക്കാനുണ്ട്. അതിലാണ് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും. ഇതെല്ലാം വരുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ വരുവാണെങ്കിൽ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉടനെ തന്നെ വേണം. പിന്നെ നമ്മുടെ ആ ഒരു സീരീസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അതിനിടയിൽ 1-2 സിനിമകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ ആ ഒരു സീരീസ് പൂർത്തിയാക്കിയതിന് ശേഷം സീരീസ് എന്തായാലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനലും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. കൂടാതെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ
ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഇന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.